കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ ഗൂഗിൾ പേ ചെയ്യാം. இந்த വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കോടതിയിൽ നമ്മൾ സമർപ്പിക്കുന്ന തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തുകൊണ്ട് കോടതിയിൽ നിന്നും അനുകൂലമായ ഒരു വിധി നമ്മൾ നേടുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു ക്രിമിനൽ കണ്ടംപ്റ്റ് ഓഫ് കോർട്ടായിട്ട് പരിഗണിക്കുവാനായിട്ട് സാധിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് 2025 വന്നിട്ടുള്ള ഒരു സുപ്രീം കോടതി വിധിയുണ്ട്. ആ വിധിയിൽ പറഞ്ഞിട്ടുള്ള പോയിന്റ് നമുക്ക് നോക്കാം. വിധി ഇങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്: എ ഫോൾസ് സ്റ്റേറ്റ്മെന്റ് മെയ്ഡ് intentionally in court or in pleading to mislead the court and obtain a favorable order amounts to criminal contempt of court as it implicates the administration of justice എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് തെറ്റായ ഒരു ഉദ്ദേശശുദ്ധിയോടുകൂടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഭർത്താവിനെതിരെയോ ഭർത്താവിൻ്റെ വീട്ടുകാർക്ക് എതിരെയോ നമ്മൾ എന്ത് ചെയ്യുന്നു, കുറേ സ്റ്റേറ്റ്മെൻറ്റുകൾ ഫയൽ ചെയ്യുന്നു. അത് എന്തിനു വേണ്ടിയിട്ടാണ്? കോടതിയിൽ നിന്നും ഒരു അനുകൂലമായ വിധി ലഭിക്കുവാനായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മനഃപൂർവ്വം ഇതുപോലെയുള്ള തെറ്റായ കാര്യങ്ങൾ കോടതിയിൽ അവതരിപ്പിക്കുന്നത്. അങ്ങനെ അവതരിപ്പിച്ച് നമ്മുടെ ആവശ്യം എന്താണ്? ഭർത്താവിന് എതിരെ അല്ലെങ്കിൽ ഭാര്യയ്ക്ക് അനുകൂലമായിട്ടുള്ള കോടതിയിൽ നിന്ന് നമ്മൾ വിധികൾ സമ്പാദിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, അങ്ങനെയാണ് വിധി സമ്പാദിച്ചത് എന്ന് മറുഭാഗത്തിന് കോടതിയിൽ തെളിയിക്കാൻ പറ്റുകയാണ് എന്നുണ്ടെങ്കിൽ, അത്തരത്തിലുള്ള ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റുകൾ അല്ലെങ്കിൽ തെറ്റായ സ്റ്റേറ്റ്മെൻറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് നേടുന്ന ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളെയും നമുക്ക് എന്തായിട്ട് പരിഗണിക്കാം? ക്രിമിനൽ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ആയിട്ട് പരിഗണിക്കുവാനും അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്വയം ജയിൽ ശിക്ഷയോ അല്ലെങ്കിൽ ഫൈനോ അല്ലെങ്കിൽ സോഷ്യൽ ആയിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളോ ചെയ്യേണ്ടതായിട്ട് വരും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. പലപ്പോഴും എതിർഭാഗത്തെ നമ്മൾ ടെൻഷൻ ആക്കുവാനായിട്ട് ഇതുപോലെയുള്ള തെറ്റായ കാര്യങ്ങൾ എഴുതി വയ്ക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ എഴുതുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു സൂചനയാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക. അപ്പോൾ കള്ളത്തരം കാണിച്ച് കോടതിയെ പറ്റിക്കാം എന്ന് ഇനി ആരും കരുതേണ്ട, അല്ലെങ്കിൽ ധരിക്കേണ്ട, അല്ലെങ്കിൽ കോടതിയോട് എന്തും വിളിച്ച് പറയാം എന്നുള്ള ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റിവെക്കണം എന്ന് തന്നെയാണ് ഈ ഒരു വിധി കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. ക്ലിയർ ആയില്ലേ? സോ ഈ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.